إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ഭാഗമാണ് നാം പഠിച്ചത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽക്കി ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് എന്നുവരെയുള്ള ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ ബാക്കി നോണമാണ് ഇന്നത്തെ ക്ലാസ്സും അടുത്ത ക്ലാസ്സുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തീകരിക്കാം. അല്ലാഹു തആല അവൻ്റെ സൃഷ്ടി മഹാത്മ്യമാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഖൽഖുസ് സമാവാത്ത്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണ്. അതേപോലെ അർളി, ഭൂമിയുടെ സൃഷ്ടിപ്പും അതിൽ രണ്ടും ദൃഷ്ടാന്തമുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും ദൃഷ്ടാന്തമുണ്ട്. വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമായി വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, അതിലും വലിയ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അതിലുണ്ട് എന്ന് നാം വിശദീകരിച്ചു. ശേഷം അല്ലാഹു തആല പറയുന്നു, വമാ അൻസല മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. വമാ അൻസലല്ലാഹു മിനസ് സമാ, ആകാശലോകത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി തന്നതിലുമുണ്ട് ദൃഷ്ടാന്തം. മിൻ മാഇൻ, വെള്ളത്തിനാൽ. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അങ്ങനെ ആ വെള്ളം നിമിത്തമായി ഭൂമിയെ സജീവമാക്കി. ബഅദ മൗതിഹാ, നിർജീവമായതിനു ശേഷം. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എല്ലാത്തരം ജീവികളെയും ആ ഭൂമിയിൽ അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. അതിൽ ആളുകൾക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതൊക്കെ അവസാനം പറയാണ്. ഇതൊക്കെ ഏറ്റവും അവസാനം പറഞ്ഞില്ല, ആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ 2-3 കാര്യം. ഒന്ന്, ആകാശലോകത്തിൽ നിന്ന് അല്ലാഹു തആല വെള്ളമിറക്കി, എന്നിട്ട് ആ വെള്ളം മുഖേന ഭൂമിയെ, നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കി മാറ്റി. അതേപോലെ ഭൂമിയിൽ എല്ലാത്തരം ജീവജാലങ്ങളെയും അല്ലാഹു തആല വ്യാപിപ്പിക്കുകയും ചെയ്തു. അതിൽ ദൃഷ്ടാന്തമുണ്ട്.
ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഹാദാ ഐദൻ ഫീഹി ആയാത്ത്, ഇതിലുമുണ്ട് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ. ഒരു ദൃഷ്ടാന്തം മാത്രമല്ല. ഇൻസാലുല്ലാഹി ലിൽ മാഇ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി എന്നതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അത് ഒന്ന് ഷെയ്ഖ് പറയുന്നത്, ആകാശത്ത് നിന്ന് ഇറങ്ങിയത് ഖത്തിറാത്തിൻ വലൈസ യസുബ്ബു സുബ്ബ, തുള്ളികളായി പെയ്യുന്നു എന്ന ദൃഷ്ടാന്തമാണ്. ഒന്നാകെ ആകാശത്തിന് വെള്ളം കോരിയുടെ ഒഴിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ അതിവിടെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. വലിയ വെള്ളം ഒന്നാകണ്ട് ചൊരിയുകയാണെങ്കിൽ അത് വലിയ നഷ്ടത്തിന് കാരണമാകും. എന്നാൽ ചെറിയ ചെറിയ തുള്ളികളാക്കി അല്ലാഹു ഇറക്കി, അത് ദൃഷ്ടാന്തമാണ്. അതേപോലെ ഇൻസാൻ, വെള്ളം വരുമ്പോൾ അതോടെ ഭൂമിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യന്മാർക്കും എല്ലാം അതൊരു സജീവതയ്ക്ക് നിമിത്തമായി മാറുന്നു. അത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. അതേപോലെ അള്ളാഹിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ അളമത്ത്, അവൻ്റെ മഹത്വം, അവൻ്റെ കഴിവ് അതെല്ലാം അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ മറ്റൊന്നാണ് തഖ്സീനുഹു ഫീ ബാത്തിനിൽ അർളി, ഭൂമിയുടെ ഉള്ളിൽ ആ വെള്ളത്തെ ശേഖരിച്ചു, അത് ദൃഷ്ടാന്തമാണ്. ആകാശത്തിൽ ഇറങ്ങുക മാത്രമല്ല, ഇറങ്ങിയ വെള്ളം മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണിനടിയിൽ അത് ശേഖരിച്ചു വെക്കുന്നു. ഹത്താ ഇഹ്താജൻ നാസു ഇലൈഹി, അങ്ങനെ ആളുകൾക്ക് ആവശ്യം വരുമ്പോഴോ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അല്ലാഹു അതിനെ ശേഖരിച്ചു വെച്ചു. മഴ പെയ്തു അതങ്ങ് പോയതാണെങ്കിൽ ഇത്ര ഉപകാരം ഉണ്ടാവില്ല. ആ വെള്ളം കിണറ്റിലായും മരുവിലായും പുഴയിലായും കടലിലായും ഒക്കെ ഭൂമിയുടെ ഉള്ളിലായും ഒക്കെ അത് ശേഖരിച്ചു വെക്കുകയും ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു. സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞു, ഫസലകഹു യനാബിഅ ഫിൽ അർളി, ഭൂമിയിൽ അരുവികളിലാക്കി ആ വെള്ളത്തിൽ അല്ലാഹു പ്രവേശിപ്പിച്ചു. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ ഇസ്തഖ്റജൂഹു വന്തഫഉ ബിഹി, ആളുകൾക്ക് ആ വെള്ളം പുറത്തേക്ക് എടുക്കാനും അത് ഉപയോഗിക്കാനും കഴിയുന്നു. കിണറ്റിൽ വെള്ളം നിൽക്കുന്നു, ആവശ്യാനുസരണം അത് കിണറ്റിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നു. കുളങ്ങളിൽ, അരുവികളിൽ, നദികളിൽ, പുഴകളിൽ എല്ലാം ആ വെള്ളം കെട്ടി നിൽക്കുന്നു. അതേപോലെ വെള്ളക്ഷാമുണ്ടാകുമ്പോൾ അവിടെ കുഴിച്ചാൽ താഴെ നിന്ന് കിണറാക്കി വെള്ളമെടുക്കാൻ പറ്റുന്നു. ഇതൊക്കെ ഈ പെയ്ത വെള്ളത്തെ താഴെ കെട്ടി നിർത്തിയത് കൊണ്ട്, സംഭരിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടമാണ്. അത് ദൃഷ്ടാന്തമാണ്. അതേപോലെ ഭൂമിയെയും ഭൂമിയുടെ പുറത്തുള്ളതിനെയും ഒക്കെ അത് സജീവമാക്കുന്നു എന്നത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. അതുവഴി വരൾച്ച ഇല്ലാതാകും, ക്ഷാമമില്ലാതാകും, സസ്യങ്ങൾ മുളക്കും, എല്ലാം. ഒന്ന് ഭൂമിയെ സജീവമാക്കി, മറ്റൊരു ഭൂമിയുടെ മുകളിൽ താമസിക്കുന്നവർക്കും അത് ജീവിക്കാനുള്ള ഒരു നിമിത്തമാക്കി അള്ളാഹു അതിനെ നിശ്ചയിച്ചു. മറ്റു ദൃഷ്ടാന്തം കൗനുഹു യൻസു മിൻ അഅ്ല വലൈസ മിൻ അസ്ഫൽ, വെള്ളം മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി, അത് ദൃഷ്ടാന്തമാണ്. താഴെ നിന്ന് വരികയാണെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നില്ല. ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരികയാണെങ്കിൽ എപ്പോഴും താഴ്ന്ന പ്രദേശങ്ങൾ എപ്പോഴും വെള്ളത്തിലാവും. മേലുള്ള പ്രദേശത്തുള്ള ആൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ താഴെയുള്ളവരൊക്കെ മൂടിപ്പോയെങ്കിലേ പറ്റുള്ളൂ. കാരണം ഭൂമി എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. അപ്പോൾ വെള്ളം അടിയിൽ നിന്ന് വരിക എന്ന സിസ്റ്റമായിരുന്നുവെങ്കിൽ താഴെ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ താഴെയുള്ളവൻ എപ്പോഴും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. മേലുള്ള ഉയർന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ താഴെ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടി വരും. അപ്പോഴേ മേൽപോട്ട് വെള്ളം എത്തുള്ളൂ. എന്നാൽ അതിന് പല വെള്ളം നിശ്ചയിച്ച വ്യവസ്ഥ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുക എന്നതാണ്. لأنه لو كان يمشي مشيا على الأرض أغرق الأسفل قبل أن يتري أعلى, ഭൂമിയുടെ ഈ നിരപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ മേലുള്ളവർക്ക് എത്തും മുമ്പേ തന്നെ താഴെയുള്ളവരെല്ലാം മുങ്ങി നശിക്കുമായിരുന്നു. അത് ദൃഷ്ടാന്തമാണ്. മറ്റു ദൃഷ്ടാന്തമാണ് കൗനുഹു ഹുലുവൻ, ആ വെള്ളം നല്ല രുചികരമാണ് എന്നത്. മഴവെള്ളം കുളിക്കാൻ പറ്റിയ രുചികരമാണ്. മാത്രവുമല്ല കൗനുഹു ബിഹാദിഹിൽ ഹലാവ വകൗനുഹു ലൈസ ബാരിദൻ വലാ ഹാറൻ, ആ വെള്ളം ചൂടുള്ള വെള്ളമല്ല, കൊടും തണുപ്പുള്ള വെള്ളമല്ല, നല്ല രുചിയുള്ള വെള്ളമാണ്. അത് ദൃഷ്ടാന്തമാണ്. അതേപോലെ മറ്റൊന്ന് വെയിലുദിക്കുമ്പോൾ, സൂര്യൻ ചൂടാകുമ്പോൾ അത് ഈ മണ്ണിൽ നിന്ന് അത് വീണ്ടും ഇല്ലാതായി വറ്റിപ്പോകുന്നു. അത് ദൃഷ്ടാന്തമാണ്. അവിടുത്തെ അങ്ങനെ തന്നെ ഭൂമുഖത്ത് നിൽക്കുന്നില്ല. താഴോട്ടിറങ്ങി അതുപോലെ സംഭരിച്ചു. മേലേക്ക് ഉണ്ടാകുന്ന കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വെയിലടിച്ചാൽ അതെല്ലാം ഉണങ്ങിപ്പോകുന്നു, വറ്റിപ്പോകുന്നു. അത് വീണ്ടും പിന്നീട് കാൽമേഘമായി തിരിച്ചു വരുന്നു എന്നതും ദൃഷ്ടാന്തമായിട്ട് വേണമെങ്കിൽ പറയാം എന്ന് ശൈഖോട് പറയുന്നു. അവിടെ ചില ചർച്ചകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കയറിപ്പോകുന്ന വെള്ളം മാത്രമാണോ മഴയായി പെയ്യുന്നത്, അല്ലാത്തുണ്ടാകുമോ? രണ്ടുമുണ്ടാകാം എന്നാണ്. രണ്ടുമുണ്ടാകാം. കാൽമേഘത്തിൽ നിന്ന് വരുന്നു,
ആ കാർമേഘം ഉണ്ടാകുന്ന ഒരു പക്ഷേ ഇവിടുന്ന് പോകുന്ന വെള്ളം ഉണ്ടാവും. അതുമല്ലാതെ ബിഖൗലിഹി കുൻ, അല്ലാഹു തആല കുൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുണ്ടായിത്തീരും. അത് രണ്ടും അതിൽ പറയാം എന്ന് ശൈഖ് അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു. പിന്നെ മറ്റു ചർച്ച ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ഭൂമിയെ സജീവമാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂമിയെ സജീവമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ഭൂമിയാണോ സജീവമാകുന്നത് അതോ ഭൂമിയുടെ പുറത്തുള്ള സസ്യങ്ങളാണോ? സസ്യങ്ങളാണ്. അത് ഖുർആൻ്റെ പൊതുവായ ശൈലിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ഭൂമിയെ സജീവമാക്കി എന്ന് പറയും, ഉദ്ദേശം ഭൂമിയുടെ പുറത്തുള്ള സസ്യങ്ങളും ജീവജാലങ്ങളുമായിരിക്കും. അതൊരു അറബി ഭാഷയുടെ ശരിയായ ഹഖീഖിയായ പ്രയോഗം തന്നെയാണ്. ഉദാഹരണമായി ഇതിന് എടുത്തുകൊണ്ടുവന്ന ഒന്നാണ് ഖുർആൻ ഉപയോഗിച്ച ഖറിയത്ത് എന്ന പ്രയോഗം. ഇന്ന മുഹ്ലികുഹ അഹ്ലി ഹാദിൽ ഖറിയ എന്ന് പ്രയോഗിച്ചെടുത്ത് അഹ്ലു ഹാദിൽ ഖറിയ എന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അംലൈതുഹ, എത്ര ഗ്രാമങ്ങളെ നാം നശിപ്പിച്ചു, അഥവാ ഗ്രാമവാസികളെ നശിപ്പിച്ചുവെന്നാണ് അവിടെ അർത്ഥം. വഹിയ ളാലിമ, ആ ഗ്രാമം അക്രമിയായിരുന്നു. ഗ്രാമമല്ല അക്രമിയാവുക, ഗ്രാമത്തിലെ ആളുകളാണ് അക്രമികളാവുക. വസ്അലിൽ ഖറിയ, സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറഞ്ഞു ഗ്രാമത്തോട് ചോദിക്കുക. ഗ്രാമത്തോട് ചോദിക്കുന്നതിനാൽ ഗ്രാമവാസികളോട് ചോദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഹഖീഖിയായ പ്രയോഗം തന്നെയാണ്. അത് വെച്ചുകൊണ്ട് മജാസ് ന്യായം പറയുകയും ആ മജാസിലൂടെ പല നിഷേധങ്ങൾക്കും നിമിത്തമായി മാറുകയും ചെയ്യുന്ന ശൈലി ശരിയല്ല എന്ന് ശൈഖ് അവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതാണെങ്കിലും ഈ വെള്ളമിറക്കുകയും ആ വെള്ളം മുഖേന അല്ലാഹു തആല ഭൂമിയെ സജീവമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് ഇവിടെ ദൃഷ്ടാന്തമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ആ വെള്ളം നിമിത്തമായി അല്ലാഹു തആല ഭൂമിയെ സജീവമാക്കി. ബഅദ മൗതിഹാ, അത് നിർജീവമായതിനു ശേഷം. അപ്പോൾ ആ ഭൂമി ഒന്നുമില്ലാതെ, വെള്ളമില്ലാതെ, സസ്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, ചെടികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞുപോയി നിർജീവമായി കിടക്കുന്ന ഭൂമിയായിരുന്നു. ആ ഭൂമിയിലേക്ക് മഴ വർഷിച്ച് വെള്ളം കിട്ടുന്നതോടുകൂടി അതാ സജീവമായി മാറുന്നു. അതാണ് ഇവിടെ പറഞ്ഞ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഈ ഭൂമിയെ നിർജീവമായതിനു ശേഷം അവനതിനെ വീണ്ടും സജീവമാക്കി മാറ്റുന്നു എന്നതും ഇവിടെ ദൃഷ്ടാന്തമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇതിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ എന്നാണ് അവസാനം പറഞ്ഞത്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഈ അതോടൊപ്പം ഈ ആയത്തിൽ നിന്ന് മറ്റൊരുപാട് ഉപവിഷയങ്ങൾ കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്കും ശൈഖ് കുറേ സൂചനകൾ നൽകുന്നുണ്ട്. എല്ലാം നമുക്ക് വിശദമായി നമുക്കിവിടെ വായിക്കണം എന്നില്ല. അവിടെ ഇവിടെ ഉദ്ദേശം ഭൂമി സജീവമാക്കി എന്ന് പറഞ്ഞാൽ അഹ്യാ ബിഹി അന്നബാത്ത് എന്നാണ്, സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു എന്ന് തന്നെയാണ് ഉദ്ദേശം. ഇനി ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ എന്ന് പറഞ്ഞാൽ ഫീഹി ആയാത്തുൻ കസീറ, അതിലുമുണ്ട് മറ്റു കുറേ ദൃഷ്ടാന്തങ്ങൾ. അഥവാ ആയാത്തുൻ ദാലത്തുൻ അലർ റഹ്മ വ ആയാത്തുൻ ദാലത്തുൻ അലൽ ഹിക്മ വ ആയാത്തുൻ ദാല അലൽ ഖുദ്റ. അല്ലാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ ഹിക്മത്ത്, അവൻ്റെ ഖുദ്റത്ത്, ഇതിനെല്ലാം അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അതിലുമുണ്ട്. വെള്ളം ഇറക്കിയതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നതുപോലെ തന്നെ ഭൂമിയെ സജീവമാക്കി എന്ന് പറഞ്ഞു, അതിലും ദൃഷ്ടാന്തമുണ്ട്. അതെന്താണ്? ചിലത് അദ്ദേഹം വിശദീകരിക്കുന്നു. റഹ്മത്തിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് ബിമാ ഫി ഹാദൽ ഇഹ്യാഇ മിൻ മനാഫിൽ അളീമ, ഈ വെള്ളം മുഖേന ഭൂമിയെ സജീവമാക്കി അതിലൂടെ ലഭിക്കുന്നതായ മംഫഅത്ത്, ഉപകാരങ്ങൾ. ഉദാഹരണമായി സൂറത്തു നാസിഅത്ത് അല്ലാഹ് പറഞ്ഞു അഖ്റജ മിൻഹാ മാഅഹാ വമർഅഹാ വൽജിബാല അർസാഹാ, മേച്ചിൽപ്പുറങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി. മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്ക് നിങ്ങൾ കന്നുകാലികൾക്കുമുള്ള മതാഅാണ്, ഒരു വിഭവമായി കൊണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഫകം മിൻ നിഅമത്തിൻ കസീറ ഫി ഹാദിഹി സുറൂഇ അലത്തി അഹ്യാഹ അല്ലാഹു തആല ബിൽ മത്വർ, മഴ മുഖേന അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചെടികൾ, ഈ കൃഷികൾ, അതിൽ എത്രയാണ് നമുക്ക് ദൃഷ്ടാന്തമായിട്ടുള്ളത്. നമുക്ക് മാത്രമല്ല, നമുക്ക് കന്നുകാലികൾക്കും കൂത്തൻ വദവാഅൻ വഗൈറ ദാലിക്, ഭക്ഷണമുണ്ട്, അതേപോലെ മരുന്നുണ്ട്, എല്ലാം ഈ ഭൂമിയിൽ മുളച്ചു വരുന്നു. അതൊക്കെ ഈ മഴ കാരണമാണ്.
അതേപോലെ റബ്ബിന് ഹിക്മത്തുണ്ട് ഇതിന്. ഇത് ഈ പറഞ്ഞ അല്ലാഹുവിന്റെ റഹ്മത്താണ്. അവന് ചില ഹിക്മത്തുകൾ. അതെന്താ? വഹു അന്നഹ ഹയാത ഹാദിഹി സുറൂഇ ജാഅത് ബിസബബിൻ. ഈ കൃഷികളൊക്കെ മുളക്കാനും അല്ലാഹു ഒരു സബബിനെ നിശ്ചയിച്ചു. അതായത് അല്ലാഹു ഇറക്കിയ വെള്ളം എന്നത് അല്ലാഹു തആല ഒരു സബബാക്കി നിശ്ചയിച്ചു. അള്ളാഹ്ക്ക് വേണമെങ്കിൽ മഴയൊന്നും ഇറക്കാതെ വെള്ളമില്ലാതെ ഈ കാര്യങ്ങളൊന്നുമില്ലാതെ അവിടെ സസ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുൻ ഫയക്കുൻ, അവിടെ സസ്യങ്ങൾ ഉണ്ടാവട്ടെ, ചെടികൾ മുളക്കട്ടെ അള്ളാഹ് പറഞ്ഞാൽ അതുണ്ടാകും. എന്നിട്ടും അല്ലാഹു തആല വെള്ളമിറക്കി, ആ വെള്ളം കാരണമായി അവിടെ മുളച്ചു പൊങ്ങി. ഇങ്ങനെ ഇതിനെ സബബുമായി ബന്ധപ്പെടുത്തി. അതിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട് എന്നാണ്. അഥവാ റബ്ബ് ചെയ്യുന്ന എല്ലാം കൃത്യമായ വ്യവസ്ഥയോടുകൂടിയാണ് എന്നൊരു ഒരു സൂചന. അത് വെറുതെ അങ്ങ് ചെയ്തു പോവുകയല്ല. എല്ലാത്തിനും അല്ലാഹു തആല വഅന്ന കുല്ല ഷൈഇൻ ലഹു നിളാമുൻ ഖാസ്സുൻ ലാ യതഅദ്ദാഹു. ഓരോന്നിനും അല്ലാഹു തആല വെച്ച ചില വ്യവസ്ഥകളും സിസ്റ്റങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അത് പോവുകയില്ല. മുൻദു ഖുലിഖ ഇലാ അൻ യഅ്ദന അല്ലാഹു തആല ബിഖറാബിൽ ആലം. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ നശിക്കുന്നത് വരെ അതിന് ഓരോ ഘട്ടത്തിലും അല്ലാഹു തആല ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അസ്ബാബുകൾ വെച്ചിട്ടുണ്ട്. ആ അസ്ബാബുകൾ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാവും. ഇനി അതേപോലെ അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, റഹ്മത്തായി ഹിക്മത്തായി ഇവൻ്റെ കഴിവ് അതറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട്. അഥവാ അന്നക തറൽ അല്ലാഹ ഖാശിഅതൻ ഹാമിലതൻ സൗദാഅ ശഹ്ബാഅ മാ ഫീഹാ ശൈ. ഭൂമി ഉണങ്ങി വരണ്ട് ഒന്നുമില്ലാതെ അത് കിടക്കുന്നതായി കാണാം. എന്നാൽ ഒറ്റ മഴ പെയ്താൽ ഒരു മാസം കൊണ്ട് കാണാം അതൊന്നാകെ നല്ല പച്ച പിടിച്ച് ധാരാളം സസ്യങ്ങളും ചെടികളുമുള്ള നല്ല പ്രശോഭിതമായ ഭൂമിയായി അത് മാറുന്നു. ഹാദിഹി ഖുദ്റത്തുൻ അദീമ. ഇത് വലിയ കഴിവാണ്, റബ്ബിൻ്റെ ശക്തിയാണ് ഇത് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ഖുദ്റത്ത് എന്നിവയെല്ലാം ഇതിലുണ്ട്. മാത്രമല്ല വല്ലാഹി ലൗ അന്നൽ ബശറ കുല്ലഹും من أولهم إلى آخرهم اجتمعوا على أن يخرجوا ورقة من حبة ورقة واحدة من حبة يستطيعون ولا لا يستطيعون. ഷെയ്ഖ് പറയാണ്, എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി, ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ ഒരു ചെടി മുളപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരെ കൊണ്ട് കഴിയില്ല. ഒരു ഇല, ഒറ്റ ഇല മുളപ്പിക്കാൻ, ഒരു ചെടിയിൽ ഒരു ഇല ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അവരെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ ഇവിടെ ഒറ്റ ധാന്യത്തിൽ നിന്ന് 7 കതിരുണ്ടാകുന്നു, ഓരോ കതിരിലും 100 ധാന്യമുണ്ടാകുന്നു. ഇങ്ങനെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ. ഇത് റബ്ബിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ ആയാത്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകളാണ്. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. മാത്രവുമല്ല വബസ്സ ഫീഹാ ഐ ഫിൽ അർളി, ഭൂമിയിൽ അവൻ വ്യാപകമാക്കി മിൻ കുല്ലി ദാബ്ബ, എല്ലാത്തരം ജീവികളെയും എല്ലാത്തരം ജന്തുക്കളെയും അല്ലാഹു തആല അതിൽ വ്യാപകമാക്കിയതാണ്. മിൻ കുല്ലി ദാബ്ബ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. കുല്ലു അജ്നാസിൻ വ അൻവാഇൻ, എല്ലാ വർഗ്ഗങ്ങളും ആ വർഗ്ഗങ്ങളിലെ എല്ലാ ഇനങ്ങളും എല്ലാം പെട്ടു. അതാണ് കുല്ല് എന്ന് പറഞ്ഞത്. കുല്ല് ദാബ്ബ പറയാൻ കാരണം ലിദ്ദലാലത്തി അലൽ അൻവാഇ വൽ അജ്നാസ്, എല്ലാ ഇനങ്ങളും എല്ലാ വർഗ്ഗങ്ങളും എല്ലാം പെട്ടതിൽ. അതൊക്കെ ഉൾപ്പെടുന്ന പ്രയോഗമാണ് മിൻ കുല്ലി ദാബ്ബ എന്ന പ്രയോഗം. ഇതും അല്ലാഹു തആല നിശ്ചയിച്ച വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. മാത്രവുമല്ല അത് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഇതിനെ ഓരോന്നിനെയും വേർതിരിച്ചറിയാനുള്ള അടയാളവും മാ യുഅ്ലമു ബി അൻവാഇഹാ വഅജ്സാമിഹാ ഫദ്ലൻ അൻ അഫ്റാദിഹാ ഇല്ലദീ ഖലഖഹ സുബ്ഹാനഹു വ തആല. അല്ലാഹുക്ക് മാത്രമാണ് എത്ര വർഗ്ഗമുണ്ട്, എത്ര ഇനങ്ങളുണ്ട്, എത്ര എണ്ണമുണ്ട് എന്നൊക്കെ കൃത്യമായി അറിയുക അല്ലാഹു തആലക്ക് മാത്രമാകുന്നു. ഇങ്ങനെ അല്ലാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ ഇൽമ്, അവൻ്റെ ഹിക്മത്ത്, മനുഷ്യബുദ്ധിയെ അമ്പരിപ്പിച്ച് കളയുന്ന ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഇവിടെ കൊണ്ടുവന്നു. തജിദു ഹാദിഹി ദവാബ് അൽ മുഖ്തലിഫ അൽ മുതനവ്വിഅ വൽ ഹശറാത്തി സ്വഗീറ, വ്യത്യസ്തമായ ജന്തുക്കൾ, വ്യത്യസ്തമായ ജീവികൾ, ചെറിയ ചെറിയ പ്രാണികൾ തുടങ്ങി എല്ലാം അഴ്ത്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്നിട്ട് ഹത്താ ഇന്നക തറാ അൽ മാഅ യദ്ഖുലു ഫീ ജുഹ്രി ദുർരി ഫതറ ദുർറ തഖ്റു മിൻ ഹാദൽ ജുഹ്രി ഹാമിലതൻ ഔലാദഹാ ദുർറൻ തഹ്മിൽ ഔലാദഹാ മാ ലാ തർജു മിൻ ഹാദി ഔലാദ്. ഈ വിത്തുകളിട്ട ആ കുഴിയിലേക്ക് വെള്ളമെത്തുമ്പോൾ അതവിടുന്ന് ഓരോന്നും പുറത്തേക്ക് വരുന്നു. അതേപോലെ വ്യത്യസ്തമായ ജീവികൾ, ഇതൊക്കെ അല്ലാഹു തആല റഹ്മത്ത് ചൊരിയുന്നു. അവിടെ ചില ഈ ചെറിയ ചെറിയ
ജന്തുക്കൾ, പ്രാണികൾ, മാളങ്ങൾ താമസിക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ, ആ പ്രാണികളുടെ മാളത്തിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അത് പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത റഹ്മത്ത്, ഒരു കാരുണ്യം. അതിൻ്റെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ ഉറുമ്പുകളെപ്പോലുള്ള ആ പ്രാണികൾ അവയൊക്കെ അതിൻ്റെ മക്കളെയുമായി പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു റഹ്മത്ത്, ഒരു കാരുണ്യമാകുന്നു എന്നാണ് ഷെയ്ഖ് കണ്ട അത്തരം ചില കാഴ്ചകളെ ഷെയ്ഖ് അവിടെ പറയുന്നുണ്ട്. സമാനമായി പല ജീവികളെയും പ്രവർത്തിക്കുന്ന, മക്കളോട് കാരുണ്യം കാണിക്കുന്ന പലതരം ജീവികളെപ്പറ്റി ഷെയ്ഖ് അവിടെ ചില ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇതിലെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട്. വലിയ വലിയ ജീവികൾ മുതൽ ചെറിയ ചെറിയ ജീവികളെ വരെയുള്ള ഓരോന്നും അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ ഹിക്മത്ത്, അവൻ്റെ ഖുദ്റത്ത് എല്ലാം അറിയിക്കുന്ന കാര്യങ്ങളാകുന്നു. അപ്പം ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു തആല നമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞു, അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. വലിയ വലിയ മൃഗങ്ങൾ ഒക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും. അതിനെല്ലാം അവർക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. അതിനെ പുറത്ത് സഞ്ചരിക്കാവുന്ന വാഹനമാക്കി അവിടെ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പം ഇതൊക്കെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യർ ഉപകാരമുള്ള ജീവികൾ, മനുഷ്യർ ഉപകാരമില്ലാത്ത ജീവികൾ, ഉപദ്രവമുള്ള ജീവികൾ എല്ലാം ഉണ്ടാക്കി. വൽ ഖാലിഖു വാഹിദ്, എല്ലാത്തിനും സൃഷ്ടാവ് ഒന്നാണ്. വൽ മാദത്തു വാഹിദ് വൽ ജിൻസു വാഹിദ് വമഅ ദാലിക ഹാദാ മിൻ ഗായത്തുൽ ദുററി വഹാദാ മിൻ മനാഫിഉ കസീറ. ഒരേ വർഗത്തിൽ പോലും ഒന്ന് ഉപകാരപ്രദമാണ്, മറ്റൊന്ന് ദോഷകരമാണ്. ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ്. ഒട്ടകം, ശൈഖ് പറയാ, അൽ ബഈർ അക്ബർ മിൻ അഖ്റബ്. ഒട്ടകവും തേളും നോക്കുക. തേള് ചെറിയതാണ്, ഒട്ടകം വലിയതാണ്. പക്ഷെ എന്നിട്ടും ഒട്ടകത്തെ കൊണ്ട് ഉപകാരമാണ്, തേളിനെ കൊണ്ടോ ഉപദ്രവമാണ്. അപ്പം അതിന് വലിപ്പത്തിലല്ല, ചെറിയ തേള് അത് ഉപദ്രവകാരിയാണ്. വലിയ ഒട്ടകമോ മനുഷ്യന് ഉപകാരമായി മാറുകയും ചെയ്യുന്നു. ഇത് അല്ലാഹു തആല നിശ്ചയിച്ച വല്ലാത്ത ചില അത്ഭുതങ്ങൾ അതിലൊക്കെയുണ്ട്. ഒട്ടകത്തെ അല്ലാഹു തആല കീഴ്പ്പെടുത്തിയത് മാത്രമല്ല, ഒരു ചെറിയ കുട്ടിക്ക് പോലും ആ ഒട്ടകത്തിന് കയറും പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഒട്ടകത്തിനെ, നമ്മുടെ നാട്ടിലെ പശുവിനെ ഒക്കെ കുട്ടികൾ പോലും കഴുത്തിൽ കയറിട്ട് അതെങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഉദ്ദേശ സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഭക്ഷണം കൊടുക്കാനും എല്ലാം ചെയ്യുന്നു. അതിനെ അടിക്കുന്നു, അതിനെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന വഹാദാ ലാ ശക്ക അന്നഹു മിൻ ആയാത്തില്ലാ. ഇതൊക്കെ അല്ലാഹു തആലയുടെ ആയത്താണ്, ദൃഷ്ടാന്തമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തന്നെ ഇല്ല. ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരുന്നു. അള്ളാഹിനെക്കുറിച്ച് അറിയിക്കുന്ന, ഒരു സൃഷ്ടാവിനെ അറിയിക്കുന്ന എത്ര ദൃഷ്ടാന്തങ്ങൾ. ഇതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തമാണ്. ഇനിയും ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് കാറ്റുകൾ, അതേപോലെ മേഘങ്ങൾ തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല വീണ്ടും എടുത്തു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി പഠിക്കാം. ഈ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് മടങ്ങാൻ അപ്പോൾ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.